എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നാണ്. എന്നാൽ അനാരോഗ്യത്തോടു കൂടിയിട്ടാണ് ഒട്ടനവധി പേരും ജീവിക്കുന്നത്. അപ്പൊ ആഗ്രഹവും റിയാലിറ്റിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാണ് നമ്മളുടെ ചിന്താ വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തോടു കൂടിയിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ആരോഗ്യം? ആരോഗ്യം എന്ന് പറയുമ്പോൾ അനാരോഗ്യം എന്താണ്? നമ്മുടെ ശരീരത്തിന് രണ്ട് അവസ്ഥകളാണുള്ളത്. ഒന്ന് ആരോഗ്യമുള്ള അവസ്ഥ, രണ്ട് അനാരോഗ്യ അവസ്ഥ. അനാരോഗ്യ അവസ്ഥയ്ക്ക് വ്യത്യസ്ത പേരുകൾ പറയും. എന്നുവെച്ചാൽ ഡയബറ്റീസ്, കൊളസ്ട്രോള്, അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ ബോൺ പ്രോബ്ലം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുറേ പേരുകൾ നമ്മൾ പറയാം. എന്താണ് ആരോഗ്യം? രണ്ടിനും കാരണങ്ങളുണ്ട്. ആരോഗ്യം എന്ന അവസ്ഥയ്ക്ക് കാരണമുണ്ട്, അനാരോഗ്യം എന്ന അവസ്ഥയ്ക്കും കാരണമുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരം സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെല്ലുകൾ, ടിഷ്യൂസ്, ഓർഗൻ, ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആരോഗ്യവാനാണ് എന്ന് പറയും. എന്നാൽ അങ്ങനെ ആരോഗ്യമുള്ളവർ ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടതായിട്ട് വരും. ഇനി രണ്ട് അനാരോഗ്യ അവസ്ഥ. അനാരോഗ്യ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല. അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡയബറ്റിക് ആണെന്ന് പറയും. ഇത് ഓരോ ഓർഗൻ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അനാരോഗ്യം അല്ലെങ്കിൽ രോഗം എന്ന് പറയും. ഇനി സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സെല്ലുകൾക്ക് എന്ത് കിട്ടണം? അവർക്ക് വേണ്ടതായിരിക്കുന്ന ഓക്സിജനും ന്യൂട്രീഷനും വെള്ളവും കൃത്യമായിട്ട് കിട്ടണം. നമുക്കറിയാം, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നൊരു ഘടകമാണ്, സെല്ലുകൾക്ക് കിട്ടേണ്ട ഒരു പ്രധാന ഘടകമാണ് ഓക്സിജൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 മണിക്കൂറും ഒരു നിമിഷം പോലും ഗ്യാപ്പില്ലാതെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. രണ്ട്, നമുക്ക് ന്യൂട്രീഷൻ, അതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറാനാണ് എന്ന് പറയും. ഈ വിശപ്പെന്ന പ്രതിഭാസം നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനൊരു അവസ്ഥ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണം സെല്ലുകൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. ഇനി മൂന്നാമതായിട്ട് സെല്ലുകൾക്ക് വേണ്ടതാണ് വെള്ളം. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 60 മുതൽ 70% വെള്ളമാണ്. അപ്പോൾ ഏകദേശം ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് കൊണ്ട് വെള്ളം കുടിക്കണം. പലരും അത് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പം സെല്ലുകൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരുന്നാൽ അവരുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരും. ശ്വസിക്കുന്ന വായു മൂക്കിക്കൂടെ കയറി ലങ്സിൽ ചെന്ന് ബ്ലഡ് കൊടുത്ത് ബ്ലഡാണ് സെല്ലുകളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ബ്ലഡ് സെല്ലുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ബ്ലഡ് പോകുന്ന വഴിയുണ്ട്, അതിന് പറയുന്ന നെർവ്സ് എന്ന് പറയും. അതിലൊരു വിഭാഗമാണ് മൈക്രോ കാപ്പിലറീസ്, അതായത് തലമുടിയേക്കാളും ചെറിയ രക്തക്കുഴലുകൾ. ഇനി ബ്ലഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് ഫ്ലൂയിഡാണ്. അതിൽ കുറേ സംഗതികളുണ്ട്. ഒന്ന് വെള്ളമുണ്ട്, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, എൻസൈംസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ സർവ്വ സാധനങ്ങളും അതിലുണ്ട്. ഇതുകൂടാതെ ശരീരം തയ്യാറാക്കുന്ന 50 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ടാണ് ബ്ലഡ് പോകുന്നത്. അപ്പം ഈ മൈക്രോ കാപ്പിലറീസ് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സെല്ലുകൾക്ക് കിട്ടേണ്ടത് കിട്ടില്ല. സെല്ലുകൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരും. അവരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുമ്പോൾ, ഉദാഹരണത്തിന് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾക്ക് കിട്ടേണ്ട സമയത്തിൽ കിട്ടേണ്ട അളവിൽ കിട്ടിയില്ലെങ്കിൽ അവർ പണിമുടക്കും. അതിന് പറയുന്നൊരു പേരാണ് പ്രമേഹം. അതിൻ്റെ നെറ്റ് റിസൾട്ട് ഡയബറ്റീസ് എന്ന് പറയുന്നൊരു അസുഖം. ഇത് തന്നെ ഹാർട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന് കാർഡിയോപ്പതി എന്ന് പറയും. അത് കിഡ്നിയിൽ സംഭവിക്കുകയാണെങ്കിൽ നെഫ്രോപ്പതി എന്ന് പറയും. നെർവസിൽ സംഭവിക്കുകയാണെങ്കിൽ ന്യൂറോപ്പതി എന്ന് പറയും. മീൻസ് സെല്ലുകൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവരുടേതായിരിക്കുന്ന പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങളാണ്
അനാരോഗ്യം അല്ലെങ്കിൽ രോഗം എന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയാണ് എലിക്സർ മിക്സ് പോലെയുള്ളതായിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ പ്രത്യേകത. ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളുണ്ട്, പക്ഷേ അതിലെല്ലാത്തിലും വെച്ച് നോക്കുകയാണെങ്കിൽ എലിക്സർ മിക്സ് രാജാവാണ്. ദ കിങ് ഓഫ് ഹെർബ്സ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എലിക്സർ മിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എലിക്സർ മിക്സ് അത് വളരെ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ടെക്നോളജി ബേസ്ഡ് പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഫാസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അത് ഉപയോഗിക്കുന്നത് നാവിനടിയിലാണ്, സബ്ലിംഗുലാണ്. നാവിനടിയിലുള്ള ഒരു പ്രത്യേകതയുള്ളത്, നാവിനടിയിൽ 6666 നെർവസ് ഉണ്ട്. ഇത് നമ്മൾ നാവിനടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. നമ്മൾ ഏതൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ആമാശയത്തിൽ ചെന്ന് ലിവർ അതിൻ്റെ മുകളിൽ പണിയെടുത്ത് അത് ഡൈജസ്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നു. അതേസമയത്ത് അതുവരെയുള്ളതായിരിക്കുന്ന പ്രവർത്തനം എലിക്സർ മിക്സിൻ്റെ കാര്യത്തിൽ ഇവിടെ പുറത്ത് നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എലിക്സർ മിക്സിൻ്റെ ഒരു പ്രത്യേകതകൾ മറ്റ് മാർക്കറ്റുകളിൽ കാണുന്ന മറ്റ് പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് വളരെയധികം റിസൾട്ട് തരുന്ന, അല്ലെങ്കിൽ വളരെ സയൻറ്റിഫിക്കലായിട്ട് ടെക്നോളജിപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ ഇതൊരു മെഡിസിൻ അല്ല. ഈ മെഡിസിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല. അത് പലപ്പോഴും നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ പറയുന്നത് ഞാൻ ആ മെഡിസിൻ കൊടുത്തു എന്നുള്ളത്. മെഡിസിൻ എന്നുള്ളത് ഡോക്ടേഴ്സിനെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഡോസേജ് ഉണ്ട്. ഡോസേജ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ അത് കൂടിയാൽ അത് പ്രശ്നം, കുറഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച വ്യക്തികളാണ് ഡോക്ടേഴ്സ്. അതുകൊണ്ട് അവരാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഇത് മരുന്നല്ല, ഇത് നാച്ചുറലായിരിക്കുന്ന പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നാച്ചുറലായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അതിന് ചില സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ മറ്റു ടാബ്ലറ്റിൽ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ പൗഡർ ഫോമിലുള്ളതായിരിക്കുന്ന പ്രോഡക്റ്റുകൾ വേറെയുണ്ട്. ആ ഒരു സാഷ് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിവരറിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന രീതിയുണ്ട്. ഓക്കെ, എലിക്സർ മിക്സ് ഞാൻ പറഞ്ഞു ഒരു മെഡിസിൻ അല്ല, മെഡിസിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല. എന്നാൽ മെഡിസിൻ ചെയ്യാത്തത് ചെയ്യാൻ കഴിവുള്ളതാണ്. കാരണം നമ്മളുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനെല്ലാത്തിനും ഒരു ടൈം ബൗണ്ട്, ഒരു സമയം പരിധിയുണ്ട്. ഉദാഹരണത്തിന് സ്കിൻ സെല്ലുകൾക്ക് 2 മുതൽ 3 ആഴ്ച, അത് 21 ദിവസത്തെ ആയുസാണുള്ളത്. RBC റെഡ് ബ്ലഡ് സെൽസ് അതിന് 120 ദിവസമാണ്. നമ്മുടെ ലിവറിൻ്റെ സെല്ലുകൾ 222 ദിവസമാണ്. കിഡ്നി സെല്ലുകൾക്ക് 256 ദിവസമാണ്. അത് കഴിഞ്ഞതൊക്കെ പുതിയതുണ്ടാകുകയാണ്. അപ്പം ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെല്ലുകളെ റിജനുവേറ്റ് ചെയ്യാനായിട്ട് ഭക്ഷണത്തിന് സാധിക്കും. മരുന്ന്, പ്രത്യേകിച്ച് അലോപ്പതി മരുന്ന് സെല്ലുകളെ റീജനുവേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം. ഇത് എലിക്സർ മിക്സ് എന്ന് പറയുന്നത് ഒരു ഫുഡാണ്, അതൊരു സൂപ്പർ ഫുഡാണ്. അപ്പം ഇത് കഴിക്കുന്നവർക്ക് അതിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടും. എന്നാൽ ഇത് മരുന്നുമല്ല, മരുന്നിന് പകരം ഉപയോഗിക്കേണ്ടതുമല്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൽ ഏകദേശം 12 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആൾട്ടിറ്റ്യൂഡിലും വ്യത്യസ്ത ക്ലൈമറ്റിക് കണ്ടീഷനിലുള്ളതായിരിക്കുന്ന ഏകദേശം 12 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രസീൽ, അമേരിക്ക, യൂറോപ്പ്, ചൈന, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലുള്ളതായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതും അതിൻ്റെ ആക്റ്റീവ് മോളിക്യൂൾസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇത് നാനോ ടെക്നോളജി ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഈ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്പീഡപ്പിലൊന്ന് പറഞ്ഞു പോകാം. ജസ്റ്റ് ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റാണ് ട്രിച്ചില കാറ്റിക്കുവ എന്ന് പറയുന്നത്. അതിന് മലയാളം ഡിക്ഷണറി മീനിങ് കൊടുത്തിരിക്കുന്നത് കരിഞ്ചേറപ്പൊന്ന് അല്ലെങ്കിൽ കരിവിലങ്ങ് എന്നാണ്. ബ്രസീലാണ് അതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഇതിൻ്റെ തൊലിയിലുള്ളതായിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മുരിങ്ങയുടെ തൊലി നമ്മൾ പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഹാർട്ട് ബ്ലോക്കൊക്കെ മാറാനായിട്ട് മുരിങ്ങയുടെ തൊലി ഒരു ഘടകമാണ്. പക്ഷേ മുരിങ്ങയുടെ തൊലിയിൽ കുറേ ഘടകങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ
ഈ ട്രിച്ചില കാറ്റിക്കവയിലും കുറേ ഘടകങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിരിക്കുന്ന ഒരു ഘടകം മാത്രമാണ് വേർതിരിച്ചിരിക്കുന്നത്. അതാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഇത് വളരെ പ്രാചീന കാലം മുതൽ മരുന്നായിട്ട് ആ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി മൈക്രോബിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്, അതുപോലെ തന്നെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് വേദനകൾ കുറയ്ക്കാനുണ്ട്, പ്രത്യേകിച്ച് എസ്പെഷ്യലി അബ്ഡോമിനൽ പെയിൻ, അതുപോലെ തന്നെ സ്കിൻ ഡിസീസ്, പൈൽസ്, മഞ്ഞപ്പിത്തം, ചെസ്റ്റ് പെയിൻ, സ്ട്രെസ്, ടെൻഷൻ, ഇതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. അടുത്തൊരു പ്രോഡക്റ്റാണ് സെറനോവ റിപ്പൻസ് അല്ലെങ്കിൽ സോപ്പാമിറ്റ് എന്ന് പറയും. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ പനയുടെ ടൈപ്പുള്ള ധരിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ പഴമാണ് ഉപയോഗിക്കുന്നത്. ഇത് ധാരാളം ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന, അതായത് ഉദാഹരണത്തിന് ഒമേഗ 3, ഒമേഗ 6 ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒത്തിരി ഇതാണ്. നമുക്കറിയാം ഒമേഗ 3 അല്ലെങ്കിൽ ഒമേഗ 6 എന്നൊക്കെ പറയുമ്പോൾ ഒമേഗ 3 നമ്മുടെ ശരീരത്തിലെ എൻറ്റയർ സെൽസിന്, പ്രത്യേകിച്ച് സെൽ മെംബ്രെയിൻസിന് ആവശ്യമുള്ള ഒരു ഘടകമാണ്. ഇപ്പം സെൽസിനും സെൽ മെംബ്രെയിൻസിനും ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെല്ലിലേക്ക് ഒരു സംഗതി പ്രവേശിക്കാനും അവിടെ നിന്ന് പുറത്തേക്ക് വരാനും വേണ്ടതായിരിക്കുന്ന ഡയറക്ഷൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഗാർഡ് ചെയ്യണത് സെൽ മെംബ്രെയിൻസാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രോഗമുള്ള വ്യക്തിയാണെങ്കിലും ആ രോഗം ഫാസ്റ്റ് റിലീഫ് കിട്ടാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പം ഇതും ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് യൂറിൻ റിലേറ്റഡ് ആയിരിക്കുന്ന പ്രോബ്ലത്തിന്, അതുപോലെ തന്നെ സ്പേം കൗണ്ട് കൂടാനായിട്ട്, ദെൻ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിരിക്കുന്ന പ്രോബ്ലംസ്, ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. അടുത്ത ഒന്നാണ് കുക്കുർബിറ്റ മൊസ്റ്റോ അല്ലെങ്കിൽ ബോട്ടിൽ നെക്കഡ് പംകിൻ. നമ്മുടെ ഈ കുപ്പിയുടെ കഴുത്ത് പോലുള്ളത് ഇരിക്കുന്ന ഒരു മത്തങ്ങയുടെ കുരുവാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ധാരാളം ബീറ്റോ കരോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ബീറ്റോ കരോട്ടീൻ ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീറ്റ കരോട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ബോഡിക്ക് അത് വൈറ്റമിൻ എ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടകമായിരിക്കുന്ന റെറ്റിനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വൈറ്റമിൻ എ കാഴ്ചശക്തി വളരെ ആവശ്യമാണ്, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നിലനിർത്താൻ ആവശ്യമാണ്, കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൂടാതെ ബീറ്റ കരോട്ടീൻ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കാനായിട്ട്, അതായത് അതുമൂലം ഉണ്ടാകുന്ന സെൽ ഡാമേജ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബീറ്റ കരോട്ടീൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കാനായിട്ട് അതിനുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട്. ഇനി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൊളജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒന്നാണ്. കൊളജൻ നമുക്കറിയാം ഏകദേശം ഒരു 20 വയസ്സാവുന്നതോട് കൂടിയിട്ട് മനുഷ്യ ശരീരത്തിലുള്ള ധരിക്കുന്ന കൊളജൻ്റെ പ്രൊഡക്ഷൻ ഡിമിനിഷ് ചെയ്യും. കൊളജൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഹെൽത്തിന്, ബോൺ ഹെൽത്തിന്, വൂണ്ട് ഹീലിങ്ങിന്, എന്താണ് ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, ഹെയറിന്, നെയിൽസിന്, ലിഗമെൻറ്റിന്, ഇതൊക്കെ ആവശ്യമുള്ള ഒന്നാണ് ഈ കൊളജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റേതായിരിക്കുന്ന ഒരു ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ക്യാൻസർ റിസ്ക് ഇല്ലാതാനായിട്ട്, ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്, പിന്നെ അത് അല്ലെങ്കിൽ കിഡ്നി ഹെൽത്തിന്, ഇതൊക്കെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ്. അടുത്ത ഒന്നാണ് ട്രിബുലസ് ടെറസ്ട്രിസ് അല്ലെങ്കിൽ പഞ്ചർ വൈൻ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഞെരിഞ്ഞൽ എന്ന് പറയും, മലയാളത്തിൽ തന്നെ ഞെരിഞ്ഞലും. ഇത് ദക്ഷിണ യൂറോപ്പ്, ദക്ഷിണേന്ത്യ, വടക്കൻ ഓസ്ട്രേലിയ, ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇതിൻ്റെ ഇലയും വേരും പഴയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇതും വളരെ പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതൊരു ആഫ്രോഡിസിയാക് ഏജൻ്റാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ പലരും ഈ ഞെരിഞ്ഞിൽ വാങ്ങിച്ച് തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നുണ്ട്, നീർക്കെട്ട് പോകാനും ഒക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ സെക്സ്വൽ ഡിസയർ ഉണ്ടാകാനായിട്ടും, അതുപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ആയിരിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നീർക്കെട്ടുകളൊക്കെ ഇപ്പോൾ സാധാരണക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഞെരിഞ്ഞിൽ വാങ്ങിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഞെരിഞ്ഞിൽ എന്നുള്ളത്. അടുത്ത ഒന്നാണ് റെഡ് ടീച്ച് സ്റ്റെം സെല്ല്, അതായത് ചുവന്ന പ്ലമ്മിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെല്ല്. ഇന്നിപ്പോൾ സ്റ്റെം സെല്ലുകളുടെ കാലഘട്ടമാണ്.
ഒത്തിരി സ്റ്റെം സെൽസ് പല ഫോമിൽ ഇവിടെ എത്തുന്നുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറൻ ചൈനയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, വെയിറ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്. പിന്നെ ഇന്നിപ്പോൾ വളരെയധികം വ്യക്തികൾക്കുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. പണ്ട് കാലത്ത് കള്ളുടിയന്മാർക്ക് മാത്രമാണ് ലിവർ പ്രോബ്ലം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. കാരണം അതിന് അതുകൊണ്ട് തന്നെ ഇതിനെ 2 തരത്തിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും എന്ന 2 തരത്തിലായിട്ട് തന്നെ അതിനെ വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. ഓക്കെ. അടുത്ത ഒന്നാണ് ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെല്ല്. നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡാണ്. ഇതും കൊളജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും, എന്ന് വെച്ചാൽ സ്കിന്നിൽ ചുളിവുകൾ ഇല്ലാതിരിക്കാൻ. ഇപ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നുകളൊക്കെ സ്കിന്നുണ്ട്, അതിന് ആ ചുളിവില്ലാതിരിക്കാനായിട്ട്, എന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിന് ഇത് സഹായിക്കുന്ന ഒന്നാണ്. നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. വുണ്ട് ഹീലിങ്ങിൽ മുറിവുകൾ ഉണ്ടായാൽ അത് വളരെ ഫാസ്റ്റായിട്ട് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകം കൂടിയാണ്. അടുത്ത ഒന്നാണ് എപ്പിമിഡിയം ഗ്രാൻഡിഫ്ലോറം, അല്ലെങ്കിൽ ഹണി ഗോട്ട് വീഡ് എന്ന് പറയും. ഇത് ഇന്ത്യ, ജപ്പാൻ, കൊറിയ, മഞ്ചൂറിയ, കാശ്മീർ, ഹിമാലയ ഇവിടങ്ങളൊക്കെ ഉള്ള സംഗതിയാണ്. ചൈനക്കാർ ഏകദേശം 2000 വർഷം മുമ്പ് തന്നെ ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കോസ്റ്റ്ലി വളരെ ഇതും ഒരു ആഫ്രോഡിസിയാക് ഏജൻ്റാണ്. അതായത് സെക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ സ്പെം കൗണ്ട് കുറയുക, അല്ലെങ്കിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതിലുള്ളത്. ഇതും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് അടങ്ങിയതാണ്, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളതാണ്. പിന്നെ ഇത് ബോൺ ഹെൽത്തിന്, പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോസിസ് പോലെയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. കിഡ്നി ടോണിക് എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഹാർട്ട് ഹെൽത്തിന്, അതുപോലെ തന്നെ ആൻറ്റി ട്യൂമർ, ആൻറ്റി ഏജിങ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്ട്രോക്ക് വന്നതിന് ശേഷം അത് ഫാസ്റ്റ് റിക്കവറിക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 40 വയസ്സിന് താഴെ സ്ട്രോക്ക്, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 40 വയസ്സിന് താഴെ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേരളമാണ്. ഓക്കെ. അടുത്ത ഒന്നാണ് കോർഡിസെപ്റ്റിസി. ഇത് ഇൻസെക്റ്റ് ലാർവകളിൽ കാണുന്ന ഒരു തരം ഫംഗയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഈ കൂണ് പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. ചൈനയാണ് ഇതിൻ്റെ മെയിൻ പ്ലേസ്. ഹിമാലയ ഏരിയകളിലുണ്ട്. അതായത് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന ഒന്നാണ്. ഏകദേശം ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനക്കാർ ഇതിന് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ക്യാൻസർ തടയാനായിട്ട്, പ്രത്യേകിച്ച് ലങ് ക്യാൻസർ, കോളൻ ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ലിവർ ക്യാൻസർ, ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം ഇത് ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ, ഹൈ BP നോർമലാക്കാനായിട്ട്, അത് ഹാർട്ട് ഹെൽത്തിന്, റെസ്പിറേറ്ററി ഹെൽത്തിന്, ആർത്തലറ്റിക്സ് റിലേറ്റഡ് ആയിരിക്കുന്ന പ്രോബ്ലംസിന്, അതുപോലെ തന്നെ ആസ്തമ, ചിലർക്ക് സീസണലായിട്ട് ചില ഈ മരങ്ങൾ പൂക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന സീസണൽ ആസ്തമ, ഇതിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇത് ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റ് ഉള്ളതാണ്. ന്യൂറോ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഇപ്പോൾ സാധാരണ വളരെ പണ്ട് കാലത്തേക്കാളും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ. അതായത് അൾസീമേഴ്സ്, പാർക്കിൻസൺസ്, ലോസ് ഓഫ് മെമ്മറി, അതുപോലുള്ളതായിരിക്കുന്ന കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിന് ഇതൊരു പരിധിവരെ പരിഹാരം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അടുത്ത ഒന്നാണ് സ്റ്റീവിയ റിബിഡിയാന, മധുര തുളസി. മിക്കവാറും ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതായിരിക്കുന്ന ഒരുവിധം എല്ലാ നഴ്സറികളിലും അവൈലബിൾ ആയിരിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രത്യേകത, അതിനുള്ളതായിരിക്കുന്ന ചെറിയ പഴങ്ങൾ, 1-2 പഴം തിന്നതിന് ശേഷം നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും, എന്ത് വായിലിട്ട് കഴിഞ്ഞാലും നമുക്ക് മധുരം ഫീൽ ചെയ്യും.
പഞ്ചസാരയേക്കാളും ഏകദേശം 150 മുതൽ 450 ഇരട്ടി മധുരം ഉണ്ട് എന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് മധുരത്തോട് കൂടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്. മറ്റ് ഹൃദയ സംബന്ധമായിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ഹൈ ബ്ലഡ് പ്രഷർ നോർമലാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതിൽ കുറേ ഫ്ലവനോയിഡ്സ് ഉണ്ട്. നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡെൻ്റൽ ഹെൽത്തിന്, പല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ വളരെ വലിയൊരു എന്താണ് ഘടകം കൂടിയാണ്. ഇതാണ് സ്റ്റീവിയ റെബിഡിയാന എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് പാസിഫ്ലോറ, പാഷൻ ഫ്രൂട്ട്. സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഇതിലും ധാരാളം ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് ഫ്ലവനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ് ഇങ്ങനെയുള്ളതായിരിക്കും സംഗതികളൊക്കെ ഇതിൽ ധാരാളം ഉണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇത് നോർമലി ബ്ലഡ് കൗണ്ട് കുറയുമ്പോൾ, പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ബ്ലഡ് കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഈ പാഷൻ ഫ്രൂട്ട് ഡെയിലി കഴിക്കാനായിട്ട് പറയും. അടുത്ത ഒന്നാണ് ജബുട്ടിക, മരമുന്തിരി. ബ്രസീലാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ബ്രസീലിയൻ ഗ്രേപ്പ് ട്രീ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിലും ധാരാളം വൈറ്റമിൻ സി, അതുപോലെ തന്നെ ബി വിറ്റാമിൻസ് ധാരാളം ഉണ്ട്. കൂടാതെ മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് ലിപ്പിഡ് പ്രൊഫൈല് കറക്റ്റ് ചെയ്യാനുണ്ട്. അതായത് LDLും HDLൊക്കെ LDLും ട്രൈഗ്ലിസറിഡ്സൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ട്, HDL കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുവഴിയായിട്ട് ബ്ലഡ് പ്രഷർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതിനൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന്, ഹെയർ ഇതിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ചില ഘടകങ്ങളാണ് ജബുട്ടിക്കവയിലുള്ളത്. അടുത്ത ഒന്നാണ് ബ്ലിഗിയ. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ പപ്പായയുടെ ടൈപ്പുള്ളതായിരിക്കുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വെസ്റ്റ് ആഫ്രിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ജമൈക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാഷണൽ ഫ്രൂട്ടായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് പച്ചയ്ക്ക്, അതായത് പഴുക്കുന്നതിന് മുമ്പ് അത് ടോക്സിക്കാണ്. അത് കഴിക്കാൻ പാടില്ല. തിന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അതിന് ആ ടോക്സിക് ഇഫക്റ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഹാർട്ട് ഹെൽത്തിന്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിന്, ഇങ്ങനെ പിന്നെ പ്രത്യേകിച്ച് സ്കിൻ പ്രോബ്ലം, സോറിയാസിസ് പോലുള്ളതിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നൊരു ഘടകമാണ് ഇതിലുള്ളത്. കൂടാതെ അനേമിയ, വളർച്ച രോഗത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ബ്ലിഗിയ. ഇങ്ങനെ 12 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഇനി ഇവയുടെ എല്ലാം ഒരു കോമ്പിനേഷൻ നമുക്കൊരു പൗഡർ ഫോമിലാണ് കിട്ടുന്നത്. അത് കഴിക്കേണ്ടത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ആരെങ്കിലും മെഡിക്കേഷൻ, ടാബ്ലറ്റ്സ്, മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന 5 ഗുണങ്ങളുണ്ട്. 1, ഇത് നമ്മുടെ ബോഡിയിലുള്ളതിരിക്കുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യും. 2, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യും. 3, നമ്മുടെ ശരീരത്തിലുള്ളതിരിക്കുന്ന അഡൽട്ട് സ്റ്റെം സെൽസിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യും. 4മതായിട്ട് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് വെച്ചാൽ ഇതിലൊരു നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാനും സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും സാധിക്കും. 5മതായിട്ട് ബ്ലഡിൻ്റെ pH കറക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതൊരു പ്രശ്നമുള്ള വ്യക്തിയെ സംബന്ധിച്ചും ഇത് ഗുണം ചെയ്യും. ഇനി ഇത് കഴിക്കേണ്ട വിധം, ഒരു കുരുമുളക് പൊടിച്ചാൽ കിട്ടുന്നതിൻ്റെ പകുതി രാത്രി ഭക്ഷണം കഴിഞ്ഞ്, അല്ലെങ്കിൽ മെഡിസിൻ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കുരുമുളക് പൊടിച്ചാൽ കിട്ടുന്നതിൻ്റെ പകുതിയാണ് നാവിനടിയിൽ നമ്മൾ വയ്ക്കേണ്ടത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം, അടുത്ത ദിവസം ഓരോ മണിക്കൂർ ഇടവിട്ട് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഡിറ്റോക്സിന് അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 3 ദിവസം കഴിയുമ്പോൾ ആ ക്വാണ്ടിറ്റി കൂട്ടുന്നു. ഓരോ 3 ദിവസം കഴിയുമ്പോഴും ആ ക്വാണ്ടിറ്റി അങ്ങനെ കൂട്ടി ഏകദേശം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു 9 ദിവസവും പുരുഷനെ സംബന്ധിച്ച് ഒരു 6 ദിവസം കൊണ്ട് ഒരു സാഷ് തീരാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.